ഹായ് ഫ്രണ്ട്സ്. അപ്പോൾ എൻ്റെ മുഖത്തെ സന്തോഷം കണ്ടോ? ഇന്ന് നിങ്ങൾ ടൈറ്റിൽ വായിച്ചാണ് കറ നീക്കാനുള്ള ഒരു എളുപ്പമാർഗം. ഓക്കെ, അപ്പം എൻ്റെ ഒരു നല്ലൊരു ഡ്രസ്സ്, ഒരു വൈറ്റ് ഡ്രസ്സ്, നല്ല വെള്ള കളറിലൊരു ഡ്രസ്സിൻ്റെ പുറത്ത് ഞാൻ ഒരു സുപ്രഭാതത്തിൽ എടുത്ത് നോക്കി. ഇപ്പോൾ അവിടെ ഇവിടെയൊക്കെ ആയിട്ട് കറ പിടിച്ചിരിക്കുക, ഇങ്ങനെ വട്ടത്തിൽ. അതാണെങ്കിൽ ഞാൻ ഒന്നോ രണ്ടോ പ്രാവശ്യം ആ ഡ്രസ്സ് യൂസ് ചെയ്തിട്ടുള്ളൂ. വെസ്റ്റ് സൈഡിൽ നിന്ന് വാങ്ങിച്ച നല്ലൊരു വൈറ്റ് കളറിലെ ടോപ്പായിരുന്നു. എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ളൊരു ടോപ്പായിരുന്നു. പക്ഷെ അതിൽ ഇങ്ങനെ വന്നപ്പോഴത്തേക്ക് എനിക്കങ്ങ് ഭയങ്കര വിഷമമായിപ്പോയി. എന്താ ചെയ്യേണ്ടതെന്ന് അറിഞ്ഞുകൂടാ. ഇനി അത് ഇടാൻ പറ്റില്ലല്ലോ ദൈവമേ, അത് അത്രമാത്രം കറയായിപ്പോയിന്നേ. അത് വെളിയിലിടാൻ പറ്റില്ല, അങ്ങനത്തെ ഒരു രീതിയായിപ്പോയി. എനിക്ക് ഭയങ്കര വിഷമമായിപ്പോയി. എങ്ങനെ പറ്റിയത് കറ അതും എനിക്ക് അറിഞ്ഞുകൂടാ. ഒരു സുപ്രഭാതത്തിൽ ഇടാനായിട്ട് അലമാരിയിൽ നിന്ന് എടുത്തപ്പോഴാണ് ഈ കറ ഇങ്ങനെ പറ്റിയിരിക്കുന്നത് കണ്ടത്. എങ്ങനെയാണെന്നൊരു ഐഡിയ ഇല്ല. എനിവേ ഞാൻ കുറച്ച് റിസർച്ചൊക്കെ ചെയ്ത് കുറച്ച് സാധനങ്ങളൊക്കെ ആഡ് ചെയ്ത് മിക്സ് ചെയ്ത് ഇതിൽ സോക്ക് ചെയ്ത് വെച്ചിട്ട് ചെയ്യാമെന്ന് വെച്ചിട്ട് ഞാൻ അങ്ങനെ വീഡിയോ എടുത്ത് തുടങ്ങിയതാണ്. വീഡിയോ എടുത്ത് അഥവാ ശരിയാവുകയാണെങ്കിൽ ഇടും, അല്ലെങ്കിൽ ഇടില്ല എന്ന് പറഞ്ഞതാണ് കേട്ടോ. അപ്പം നിങ്ങൾക്ക് മനസ്സിലായില്ല. ഇപ്പോൾ വീഡിയോ വന്ന സ്ഥിതിക്ക് സംഭവം കറക്റ്റായിട്ടുണ്ട്. എൻ്റെ മുഖത്തെ സന്തോഷം കണ്ടോ? അത് തിരിച്ചെനിക്ക് ആ ഡ്രസ്സ് കിട്ടിയതിൻ്റെ സന്തോഷം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് പറയാനായിട്ട് ഇനി വാക്കുകളില്ല. അത്ര സന്തോഷം. നമുക്ക് ഒരു സാധനം ഭയങ്കര ഇഷ്ടമായിട്ട് അത് നമുക്ക് ഇനി ഇടാൻ പറ്റില്ലല്ലോ എന്ന് പറയുമ്പോൾ നമുക്കൊരു സങ്കടം വരില്ലേ. പിന്നെ അത് നമുക്കത് കിട്ടുക എന്ന് പറഞ്ഞു കഴിഞ്ഞാലുണ്ടല്ലോ, അത് ഭയങ്കര സന്തോഷം. അത് അങ്ങനെ പോയവർക്കേ അത് മനസ്സിലാവുള്ളൂ. അപ്പോൾ എൻ്റെ ഈ വീഡിയോ കണ്ടു നോക്കുക, കറ പോകാനുള്ള എളുപ്പമാർഗം. അപ്പോൾ എൻ്റെ വീഡിയോ ഫുള്ളായിട്ടൊന്ന് കണ്ടു നോക്കുക. എന്നിട്ട് കണ്ടിട്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. സബ്സ്ക്രൈബേഴ്സ് ഇത്തിരി കുറവാണ്. അപ്പോൾ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണം, ലൈക്ക് ചെയ്തേക്കണം, കമൻറ്റും കൂടി ഇട്ടേക്കണം കേട്ടോ. ഷെയറും ചെയ്തേക്കണം ഫ്രണ്ട്സിന്. അപ്പോൾ ആർക്കെങ്കിലും ഇതുപോലെ കറയൊക്കെ മാറ്റാനുണ്ടെങ്കിൽ അവർക്ക് ഈസി ആയിട്ട് ചെയ്യാമല്ലോ അല്ലേ. അപ്പം വീഡിയോയിലോട്ട് പോയാലോ. ഹലോ ഗായ്സ്, കണ്ടോ? എൻ്റെ നല്ലൊരു വൈറ്റ് ഷർട്ടാണ്. അതിൽ മുഴുവനും ഇതുപോലെ എന്തോ പുള്ളി പോലെ എന്തോ വീണിട്ട് കറയായിരിക്കുകയാണ്. വെസ്റ്റ് സൈഡിൽ നിന്ന് വാങ്ങിച്ചത് നല്ല വില കൂടിയ ഒരു ടോപ്പാണ്. കളയാൻ തോന്നുന്നില്ല, ഭയങ്കര വില കൂടിയതാണ്. എല്ലായിടത്തും ഉണ്ട്, അതാണ് ഒരു പ്രശ്നം. എല്ലായിടത്തും ആയിട്ടുണ്ട്. അപ്പം ഞാൻ ഇതിൻ്റെ കറ കളയാനായിട്ടുള്ളൊരു മെത്തേഡാണ് നോക്കുന്നത്. അപ്പം ഞാൻ അതിനെ എടുത്തു വച്ചിരിക്കുന്ന കുറച്ച് സാധനങ്ങൾ ഞാൻ ട്രൈ ഔട്ട് ചെയ്യാണ്. ട്രൈ ചെയ്തിട്ട് ഇതിൻ്റെ കറ പോവുകയാണെങ്കിൽ ഞാൻ ഡെഫിനറ്റായിട്ടും നിങ്ങളെ ഈ വീഡിയോ ഞാൻ പോസ്റ്റ് ചെയ്യും. അഥവാ പോയില്ലെങ്കിൽ ഞാൻ ഈ വീഡിയോ പോസ്റ്റ് ചെയ്യില്ല. അപ്പോൾ ഞാൻ ആദ്യം ഇതിൻ്റെ അകത്ത് ഇടുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ സാധാരണ ഈ ലിക്വിഡ് ഡിറ്റർജൻ്റാണ് യൂസ് ചെയ്യുന്നത്. ഞാനിവിടെ ഏതോ ഒരു കമ്പനി എനിക്ക് അറിഞ്ഞൂടെ, സൺ പ്ലസ് വന്നിട്ട് അതിൻ്റെ ലിക്വിഡ് ഡിറ്റർജൻ്റാണ് ഇടുന്നത്. അപ്പോൾ ആദ്യം അത് ഒഴിച്ചു കൊടുക്കാം. പിന്നെ ഇതിൻ്റെ കൂടെ ഞാൻ ഇടുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വാനിഷ് നിങ്ങൾക്ക് അറിയാമല്ലോ, ബ്ലീച്ചാണ്. അപ്പോൾ ബ്ലീച്ച് ഇട്ട് കൊടുക്കാം. അത് ഞാൻ ഇതിൻ്റെ തന്നെ അടപ്പിൽ ഒരു 2 അടപ്പ് എടുക്കുകയാണ്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പല സ്ഥലങ്ങളിലും എനിക്ക് പറ്റിയിട്ടുണ്ട്. അപ്പം എനിക്ക് തന്നെ ഭയങ്കര സങ്കടമായിപ്പോയി. പിന്നെ ഞാൻ പലയിടത്തും റിസർച്ച് ചെയ്തപ്പോൾ കണ്ടത് നമ്മുടെ സാധാരണ സോഡയില്ല, സോഡ കുറച്ച് ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ നല്ലതാണെന്ന് കണ്ടായിരുന്നു. അപ്പം ഞാൻ ബ്ലീച്ചും സോഡയൊക്കെ സെയിം തന്നെയായിരിക്കും. എന്തായാലും ഞാൻ കുറച്ച് സോഡയും കൂടി ഇടുകയാണ്. 1 ടീസ്പൂണോളം സോഡയും കൂടി ഇട്ട് കൊടുക്കുകയാണ്. എന്നിട്ട് ഇത് ഞാൻ എല്ലായിടത്തും ഒന്ന് തേച്ച് പിടിപ്പിച്ച് കുറച്ച് നേരം വച്ചിട്ട് ഞാൻ ഇത് കഴുകി കളയുന്നതിൻ്റെ ഇതെല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്തു. മിക്സ് ഇത് കുറച്ച് ലിക്വിഡായിട്ടുണ്ടെന്ന് പറഞ്ഞാൽ നമ്മുടെ വാനിഷ് നല്ല വെള്ളം പോലെയല്ലേ ഇരിക്കുന്നത്. അപ്പോൾ നല്ല ലിക്വിഡായിട്ടുണ്ട്, സോഡയുണ്ട്, എല്ലാം ഉണ്ട്. നമുക്ക് നോക്കാൻ എങ്ങനെ വരുന്നു എന്ന്.
ഇത് പോവുകയാണെങ്കിൽ പൊളിയായിരിക്കും. മിക്സ് ചെയ്തിട്ടുണ്ട് നല്ലപോലെ. ഇനിയും ദൈവമേ ഒന്ന് പോയി കിട്ടിയാൽ മതിയായിരുന്നു. എനിക്കത് ഭയങ്കര സങ്കടമായ ഒരു സാധനമാണ്. അപ്പം നമുക്ക് ഓരോ സ്പോട്ടായിട്ടിങ്ങനെ ഇത് കണ്ടോ, കാണാൻ പറ്റുന്നുണ്ടോ നിങ്ങൾക്ക് സ്പോട്ട്? ഓരോ സ്പോട്ടിലോട്ടും നമുക്ക് ഇങ്ങനെ തന്നെ തേച്ച് കൊടുക്കാം. നമുക്ക് നോക്കാം എങ്ങനെ വരുന്നു. പിന്നെ അടുത്ത സ്പോട്ട് എടുക്കുക, അടുത്ത സ്പോട്ടിലും ഇങ്ങനെ തേച്ച് കൊടുക്കുക. അപ്പം ഞാൻ ഇത് കുറേ സ്പോട്ടുകളിലുണ്ട് കേട്ടോ. അപ്പം ഞാൻ ഇങ്ങനെ ഒന്ന് തേച്ചിട്ട് ഒരു 1/2-3/4 മണിക്കൂർ ഇങ്ങനെ വച്ചതിന് ശേഷം ഞാൻ ഇതൊന്ന് കഴുകി കളഞ്ഞ് സാധാരണ സോപ്പ് വെള്ളത്തിൽ മുക്കി സാധാരണ നമ്മൾ അലമ്പുന്ന പോലെ ഒന്ന് അലമ്പി നോക്കാം. ജസ്റ്റ് ആ ഭാഗം ഒന്ന് ഇങ്ങനെ ഒന്ന് ജസ്റ്റ് ഒന്ന് ഉരച്ചും കൂടി വിടാം. അപ്പോൾ നമുക്ക് നോക്കാം അത് പോകുന്നുണ്ടോയെന്ന്. ഓക്കെ, അപ്പോൾ അത് കഴിഞ്ഞിട്ട് ഞാൻ കാണിച്ചു തരാം കേട്ടോ. ഇപ്പം ഞാനിങ്ങനെ ആ പാടുകളിൽ കുറച്ചുകൂടി വാനിഷ് ഇങ്ങനെ കുറച്ചുകൂടി സ്പ്രെഡ് ചെയ്ത് കൊടുത്തു. എന്നിട്ടൊന്ന് നല്ലപോലെ കശക്കി ആ ഏരിയ. എന്നിട്ട് ഞാൻ ഇതുപോലെ ബക്കറ്റിനകത്ത് മുക്കി വെച്ചിരിക്കുക കേട്ടോ. ഫുള്ളായിട്ടൊന്ന് മുക്കി, വൈറ്റല്ലേ, ഒന്ന് ഫുൾ ബ്ലീച്ച് ആയിക്കോട്ടെ എന്ന് വെച്ചിട്ട്. അപ്പോൾ അങ്ങനെ തേച്ചിട്ട് ഒരു 10 മിനിറ്റ് കശക്കി കൊടുത്തിട്ടാണ് ഞാൻ ഇങ്ങനെ മുക്കി വെച്ചിരിക്കുന്നത്. ഇനി ഒരു 1/2 മണിക്കൂർ കഴിഞ്ഞിട്ട് നമുക്ക് നോക്കാം എങ്ങനെ ഇരിക്കുന്നു എന്ന്. ഒന്ന് മാറി കിട്ടിക്കഴിഞ്ഞാൽ ഭാഗ്യം. ഓക്കെ, ശരി. അപ്പോൾ ഇപ്പോൾ ഇത് മുക്കി വെച്ചിട്ട് ഏകദേശം 1 മണിക്കൂർ. എനിക്കൊരു ക്ലാസ് ഉണ്ടായിരുന്നു, അപ്പോൾ മുക്കി ഏതായാലും 1 മണിക്കൂർ ഇരിക്കട്ടെ എന്ന് വെച്ചു. അപ്പോൾ ഇനി നമുക്കിതൊന്ന് എടുത്ത് നോക്കാം. ഞാൻ നിങ്ങളുടെ മുമ്പിൽ തന്നെ ചെയ്യുന്നത്. ക്യാമറ ഓൺ ചെയ്ത് വെച്ചിട്ട് പോയോ ഇല്ലയോ എന്ന് അറിഞ്ഞൂടാ, എനിക്കും അറിഞ്ഞൂടാ. ദൈവമേ, പോയാൽ മതിയായിരുന്നു. നമുക്ക് നോക്കാം കേട്ടോ. പോയി 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 പോയി. യെസ് യെസ്, ഒരു ശക്കലം പാടം ഇവിടെ കിടപ്പുണ്ട്. എനിക്ക് സമാധാനമായിട്ടോ. എനിക്ക് ഭയങ്കര വിഷമമായി പോയായിരുന്നു. പക്ഷെ ഇപ്പം വിഷമം മാറി. അപ്പം നിങ്ങൾക്ക് ധൈര്യമായിട്ട് പരീക്ഷിക്കാം. ഇത് കോട്ടൺ ക്ലോത്ത് അല്ല കേട്ടോ, ഇതൊരു എന്ത് ക്ലോത്താണെന്ന് ചോദിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു ഇങ്ങനത്തെ മെറ്റീരിയലാണ്. റയോണും അല്ല, നൈലോണും അല്ല, അങ്ങനത്തെ ഒരു സാധനം. പക്ഷെ സാധനം നല്ല ലൂസും നല്ല ഇതുമായിരുന്നു. നമുക്ക് ഇട്ടുകൊണ്ട് നടക്കാൻ നല്ല, ഈ സമ്മറിലൊക്കെ എനിക്ക് ഇത്തിരി ലൂസ് ക്ലോത്ത്സ് അല്ലേ ഇഷ്ടം. അങ്ങനെ ഞാൻ പോയി എടുത്തതാണ്, ഭയങ്കര ഇഷ്ടപ്പെട്ട് എടുത്തതാണ്. പക്ഷെ അതിനിങ്ങനെ കളറ് പറ്റിയപ്പോൾ എനിക്ക് ഭയങ്കര സങ്കടമായി പോയായിരുന്നു. ഞാനത് ഇനി നല്ലപോലെ കഴുകിയിട്ട് ഹാങ്ങറിലിട്ടിട്ട് നിങ്ങളെ തൂക്കി കാണിച്ചു തരാം കേട്ടോ. ഓക്കെ ഓക്കെ. അപ്പോൾ ഫ്രണ്ട്സ്, ഇത് കണ്ടോ, ഒരു പാട് പോലും ഇല്ലാണ്ട് എനിക്ക് നല്ല സൂപ്പറായിട്ട് കിട്ടിയത്. ഈ സമാധാനമായിട്ടോ. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെയൊക്കെ ആയിരുന്നു പാട്. കുറച്ച് ലൈറ്റായിട്ടുണ്ട്, പക്ഷെ അത് ഉണങ്ങിക്കഴിയുമ്പോൾ പോകുന്നതാണ് എൻ്റെ വിശ്വാസം. ചെറുതായിട്ട് വളരെ ലൈറ്റായിട്ടുണ്ട്, പക്ഷേ അങ്ങനെ വലുതായിട്ടൊന്നും അറിയാനില്ല. ചെറുതായിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെ നിങ്ങൾക്ക് ആർക്കെങ്കിലും പരീക്ഷിക്കണമെങ്കിൽ ഒന്ന് പരീക്ഷിച്ച് നോക്കിക്കോ. ഭയങ്കര സക്സസ്ഫുള്ളായത്, എനിക്കിഷ്ടമായി. അപ്പോൾ ഇത് യൂസ് ചെയ്യാൻ പറ്റില്ല എന്ന് വിചാരിച്ചത് തിരിച്ചെനിക്ക് യൂസ് ചെയ്യാൻ പറ്റും. പിന്നെ പൊതുവേ നമ്മൾ ബ്ലീച്ച് ഇട്ട് കഴിഞ്ഞാൽ വൈറ്റിനൊരു പ്രത്യേക ഒരു ബ്ലീച്ചിലൊരു നല്ല വൈറ്റ് കളറാവില്ലേ, അങ്ങനെ ആയിട്ടുണ്ട്. അപ്പോൾ എനിക്കിഷ്ടമായി. നിങ്ങളും ഇന്ന് ഇങ്ങനത്തെ വല്ലതും കറകളോ വല്ലതും ഉണ്ടെങ്കിൽ ഒന്ന് പരീക്ഷിച്ച് നോക്കിക്കോളൂ. ഇതെനിക്ക് വർക്കൗട്ടായി, നിങ്ങൾക്കും വർക്കൗട്ട് ആവുമെന്നാണ് എൻ്റെ വിശ്വാസം. ഓക്കെ.